you. പറയാതൊക്കെ കാട് തന്നിട്ടവിടെ എനിക്ക് വന്നിട്ടേ ഉള്ളൂ. എന്റെ കണക്ക് ഭംഗിയില്ല. റെഡി ആയിട്ട് വരുക. ഹായ് എന്റെ സ്പ്രീ. എന്താ പറയാ കുളിക്കാതെ മെയിൻ ഗിഫ്റ്റ് എന്താ ഗസ് ചെയ്യട്ടെ. കഴിച്ചാണോ? Thank you. Nice. I know that sound. Thank you. Bye. Hello. Good morning. ഇപ്പോൾ രാവിലെ എണീറ്റത് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. രാവിലെ തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം മൂലം ഞാൻ രാവിലെ തന്നെ ഈ കോലത്തിൽ വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. വേറെ ഒന്നുമല്ല, ഞാൻ ജിതിനെ കൊണ്ട് ലീവ് എടുപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് സ്പെഷ്യലാണ്. അപ്പോൾ ഇന്നൊരു പറഞ്ഞ പോലെ ഒരു അടിപൊളി ദിവസമാണ്. ഇന്ന് ലീവൊക്കെ എടുത്തിട്ട് എന്താ പരിപാടി എന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പം എന്തായാലും ഇന്ന് പുറത്തൊക്കെ പോയിട്ട് കുറച്ച് നമുക്ക് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ പ്ലാൻസ് എന്താ, എങ്ങനെ ഇന്നത്തെ പരിപാടികൾ, ഇന്നത്തെ സംഭവങ്ങളൊക്കെ ഞാൻ പതുക്കെ കാണിക്കാം. പറഞ്ഞൊരു രസമില്ലല്ലോ, അപ്പം ഇങ്ങനെ കാണിച്ചു പോവാം. അപ്പോൾ ആദ്യം പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് റെഡി ആവട്ടെ, അല്ലെങ്കിൽ ഈ ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കാണാം. നമുക്കപ്പോൾ ഒട്ടും സമയം കളയാനില്ല, നമുക്ക് പെട്ടെന്ന് റെഡി ആവണം. കാരണം ഇപ്പം തന്നെ 11 മണിയായി. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് റെഡി ആവാം. ഞാൻ ഒന്ന് പോയിട്ട് ആദ്യം സ്കിൻ കെയറും ഒന്ന് മേക്കപ്പൊക്കെ ഇട്ടിട്ട് വരാം. കാരണം എനിക്ക് ഇങ്ങനെ എന്നെ തന്നെ കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നുന്നു. കാരണം ഞാൻ ഉറങ്ങി എണീറ്റേ ഉള്ളൂ, ഒന്ന് എണീറ്റ് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും റെഡി ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നന്നായി സൺസ്ക്രീൻ ഇട്ടുണ്ട് ഞാൻ. അപ്പോൾ സമ്മർ സ്കിൻ കെയർ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം സമ്മർ ആയതുകൊണ്ട് ഭയങ്കര ഡ്രൈനെസ്സും ചൂടും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു 1-2 സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ വേറെ തന്നെ ഒരു വീഡിയോ ഇട്ടത് ഇടാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. ജസ്റ്റ് അതൊന്ന് സെറ്റ് ആവട്ടെ, അല്ലെങ്കിൽ പിന്നെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു അലമ്പായിട്ടിരിക്കും. അപ്പോൾ ഞാനൊന്ന് സെറ്റായിട്ട് വരാം. നമുക്കപ്പോൾ മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ഡ്രസ്സ് ഏതായിട്ടുണ്ടെന്ന് നോക്കാം. കാരണം അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ട് ഞാൻ ഓർത്ത് എന്തെങ്കിലും ഡ്രസ്സ് ഇടാം. മേക്കപ്പ് ഇട്ടിട്ട് ഡ്രസ്സ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തിടാം എന്ന് നോക്കാം. എൻ്റെ കയ്യിൽ അപ്പോൾ ഇങ്ങനെ ഒരു ഉടുപ്പുണ്ട്. ഇത് ഞാൻ ഇട്ടിട്ടില്ല എവിടെയും. അപ്പോൾ യെല്ലോ നല്ലതായിരിക്കില്ലേ, സമ്മറും കൂടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അത് ഇട്ടിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക്ക് ഇടുക, അങ്ങനെ കുറച്ചേ ഉള്ളൂ. അതിന് വേണ്ടി നമുക്കൊന്ന് മുടി സെറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ മുടി നാച്ചുറലി ഇതിങ്ങനെയാണ്, ഇങ്ങനൊരു വേവി ടെക്സ്ചറാണ്, കണ്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരിങ്ങനെ ചോദിച്ചിരുന്നു ഞാൻ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കിടക്കും. പക്ഷെ ഞാൻ പൊതുവെ ഇപ്പോൾ കുളിച്ച് ഒന്ന് ഡ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഹീറ്റ് ചെയ്ത് ഒന്ന്
ഡ്രൈ ചെയ്ത് പിന്നെ ഒന്ന് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്തിടും, ജസ്റ്റ് ചെറുതായിട്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് മുടി ഒന്ന് സെറ്റ് ചെയ്തിടുന്നതെന്ന് കാണിച്ചു തരാം. കാരണം കുറേ പേര് എന്നോട് ചോദിച്ചു എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ. പക്ഷെ ട്രീറ്റ്മെന്റ് അല്ല, അത് നമ്മളങ്ങനെ സെറ്റ് ചെയ്തിടുന്നത് കൊണ്ട് തോന്നുന്നതാണ്. അപ്പൊ എന്തായാലും ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു 3-in-1 ഹെയർ ടൂളാണ് യൂസ് ചെയ്യുക. ആദ്യം ഇതിന്റെ പേര് ഐക്കോണിക് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെയാണ്. ഇത് ഞാൻ ഒരു 3-4 വർഷമൊക്കെ ആയിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന് ഇങ്ങനെ ഒരു 2 ഹെഡായിട്ടാണ് വരിക. ഇതാണ് ഇതിന്റെ ബോഡി, ഇതിന്റെ ബ്ലോ ഡ്രൈ ചെയ്യുന്ന ഹെഡ് പാർട്ട് ഇതാണ്. പിന്നെ നമുക്കൊന്ന് ഇപ്പോ സ്ട്രെയിറ്റ് ഇപ്പൊ നമുക്ക് എന്താ മുടി ഒന്ന് ബ്രഷ് ചെയ്തിടണം, ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തിടുന്ന പോലെ, നമ്മൾ സലൂണിലൊക്കെ പോയിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് ഇടുന്ന പോലെ ഇടണമെങ്കിൽ ഈ ഹെഡ് പാർട്ട് ഉണ്ട്. ഇതാണ് നമുക്ക് സലൂണിലൊക്കെ പോയിട്ട് ഇങ്ങനെ പഫി ആയി കിടക്കില്ല, അങ്ങനെ വേണമെങ്കിൽ. എനിക്ക് ചില ടൈമിൽ പഫി ആയി കിടക്കുന്നത് ഇഷ്ടമാണ്, ചില ടൈമിൽ ഞാൻ പഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യാം, കാരണം മുടിയിൽ കുറച്ച് വെറ്റ്നെസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് ഹീറ്റ് വേണം എങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ ഉണ്ട്, ഇവിടെ റൈറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ പോയി, ഹൈ മീഡിയം ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കപ്പോൾ പൊതുവെ നാച്ചുറലി ഡ്രൈ ചെയ്യണേക്കാട്ടിലും ഇങ്ങനെ ഡ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. കാരണം എനിക്ക് കുറച്ച് ഓയിലി സ്കൽപ്പ് ആയതുകൊണ്ട് നാച്ചുറലി ഡ്രൈ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി ഓയിലി ആയിട്ട് വരും. അപ്പൊ ഞാൻ എപ്പോഴും ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഡ്രൈ ചെയ്യാറ്. ഭയങ്കര ഹീറ്റല്ല, ഒരു മീഡിയം ഹീറ്റിൽ ഒന്ന് ആദ്യം എയർ ഡ്രൈ ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള മുടിയൊക്കെ ഒന്ന് ഇത് വെച്ചിട്ട് ഡ്രൈ ചെയ്തെടുക്കും. ജസ്റ്റ് ഇത് വെച്ചിട്ട് മാത്രം, പുറത്തൊന്നും പോവണ്ട എന്നുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോണപ്പോൾ മുടി ഒന്ന് ഭംഗിയിൽ കിടക്കണമെങ്കിൽ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. അപ്പൊ നമ്മള് മുടി ഇനി ഇത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പഫി ആയിട്ട് കിടക്കും. അപ്പൊ ഞാൻ അധികം ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി സ്ട്രെയിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ട്രെയിറ്റ് ചെയ്യൽ ഇത് വെച്ചിട്ട് അധികം സ്ട്രെയിറ്റ് ആയി കിടക്കത്തില്ല. അപ്പൊ സ്ട്രെയിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്ട്രെയിറ്റ്നർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പേര് ഫിലിപ്സിന്റെ ഒരു സ്ട്രെയിറ്റ്നർ ആണ്. ഇത് കുറേ കാലമായി, എനിക്കൊരു 10 കൊല്ലത്തോളം ഇത് മാറ്റാറായിട്ടുണ്ട്. പക്ഷെ ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ട് എനിക്ക് വരാറില്ല. ഇതുപോലെ ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെയാണ്. നിങ്ങൾ വന്നാ നോക്കട്ടെ, മാച്ചി ഇതിലും യെല്ലോ ഇട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് അപ്പൊ ഇതാണ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്യുക. പക്ഷെ ഇത് നമുക്ക് ഫുൾ കുറെ അധികം മുടി എടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് കുറെ മുടി എടുത്ത് ചെയ്യണേക്കാട്ടിലും കുറച്ച് സെക്ഷൻ ആയിട്ട് ചെയ്യുന്നത് ഇഷ്ടം. അപ്പൊ ഒന്നുകൂടെ കുറച്ച് ടൈം അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന പോലെ. സ്ട്രെയിറ്റ് തന്നെ ഭയങ്കര സ്ട്രെയിറ്റ് ആക്കുക എന്നല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് അത്, കാരണം ഒന്നത് കണ്ടോ ചകിരി പോലെ ആയിട്ടുണ്ട് ഇപ്പൊ ഇവിടത്തെ വെള്ളത്തിലൊക്കെ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒന്ന്, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒരു ഇങ്ങനെ വെച്ചിട്ട് നിൽക്കും. അപ്പൊ അതിനെക്കാട്ടിലും കുറച്ച് മാനേജബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിടുന്നത്. അപ്പൊ അത് ഞാൻ എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഞാൻ ഇതുപോലെ മുടി ഒന്ന് സെക്ഷൻ ചെയ്തെടുക്കും. ആദ്യം താഴത്തെ പാട്ട് സെക്ഷൻ ചെയ്തിട്ട് മുകളിലത്തെ പാട്ട് ഞാൻ ഒരു ക്ലിപ്പ് വെച്ചിട്ട് പൊക്കി ഇങ്ങനെ കെട്ടി വെക്കും. അപ്പൊ നമുക്ക് ഈ ഭാഗം കണ്ടു ഇതിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് നമ്മുടെ അയൺ ഹീറ്റായി വരുന്നതനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഇതുപോലെ കണ്ടു ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി വരും. അപ്പൊ നമ്മളിത് അടുത്ത സെക്ഷൻ എടുത്തു. അത് ഇങ്ങനെ ഓരോന്നായിട്ട് കുറച്ച് മുടിയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിന് മുന്നേ കുറച്ച് ഹീറ്റ് പ്രൊട്ടക്ടർ അടിച്ചിരുന്നു, ഞാൻ കാണിക്കാൻ മറന്നുപോയി. അപ്പൊ അത് യൂസ് ചെയ്യാം. അപ്പൊ ഇത് കണ്ടു ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു അങ്ങനെ വീക്ക്ലി ആയി കിടക്കുന്ന മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരും. ഇങ്ങനത്തെ ചെറിയ സ്ട്രെയിറ്റ്നർ വാങ്ങിക്കഴിഞ്ഞാലുള്ള ഉപകാരം വെച്ചാൽ നമുക്ക് ചെറിയ സെക്ഷൻസ് എടുത്ത് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും പെട്ടെന്ന്. പക്ഷെ കുറച്ച് പണിയുണ്ട്, ഈ പറഞ്ഞ പോലെ സെക്ഷൻ എടുത്ത് ചെയ്യണം. പക്ഷെ എന്നാലും കുറച്ചധികം സമയം ഇങ്ങനെ കെടുക്കും. കണ്ടോ, നമുക്ക് ഫുള്ള് ചെയ്തിട്ട് വരാം. ഓക്കെ,
ഞാനത് ഈ ബാക്കിലെ മുടി ഇത്രയും സെക്ഷൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് പാർട്ട് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഫ്രണ്ടിലെ പാർട്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കോംബ് ചെയ്യും. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ടിലേക്കാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഉണ്ടോ ഫ്രണ്ടിലേയും കൂടി ചെയ്തു. നമ്മൾ ഫുള്ള് മുടി ചെയ്തിട്ടുണ്ട്. അപ്പം ഫ്രണ്ടിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ജസ്റ്റ് മുടി നന്നായി ഒന്ന് ഇങ്ങനെ ഭംഗിയിൽ എടുക്കും. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ പാർട്ട്. മറ്റത് ഇങ്ങനെ മുടി ഭയങ്കര വേവി ആയിട്ടല്ല, ഇത് ജസ്റ്റ് ഒന്ന് ഭയങ്കര സ്ട്രെയിറ്റ് അല്ല എന്നാൽ കറക്റ്റായിട്ട് എടുക്കും. അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ വേണേ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് ഇങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പ് ഫുള്ളാക്കാം. ലിപ്സ്റ്റിക് ഇടാം. ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ടായിരിക്കുന്നത്, കാരണം ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഇപ്പോൾ മൊത്തത്തിൽ ഒരു ഡ്രൈനെസ് ആണ്. അപ്പോൾ ബാക്കി കാരണം ടൈമില്ല, നമുക്ക് ബാക്കി റെഡി ആയിട്ട് കാണാം. പിന്നെ അത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കമ്മലും മാലയൊക്കെ എന്തെങ്കിലും വേറെ ഇടാം. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ഒരു ബാഗ് എടുക്കാം. ഈ ഒരു ബാഗ് ചെറിയൊരു ബാഗ് മതി ഇതുപോലെ. അപ്പോൾ കമ്മൽ മാറ്റാം. ഞാൻ ഓർത്ത് മാല അത് തന്നെ മതി, എനിക്ക് വയ്യ മാറ്റാം. നോക്കാം, മാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാം. പിന്നെ ഈ ഒരു വാച്ച് ഇട്ടു, ഇതൊക്കെ കഴിഞ്ഞ ആനിവേഴ്സറിക്ക് ഇതിന് തന്ന ഗിഫ്റ്റാണ്. പിന്നെ ഈ കാര്യം ഈ ഒരു ഇതിട്ടു, ഇത് ഈ ആനിവേഴ്സറിക്ക് തന്ന ഗിഫ്റ്റാണ്. പിന്നെ ഈ കമ്മലിടാം. ഇതൊരു നല്ലൊരു യെല്ലോ കളർ കമ്മൽ, രസമില്ലേ? ഈ കമ്മലിടാം. ഫുൾ റെഡിയായി. ഈ ഒരു ഷൂസ് ഇടാം നമുക്ക്. എനിക്ക് തോന്നുന്നു ഇതിനോട്ട് മാച്ചാണ്, അപ്പോൾ ഇതിടാം. അപ്പോൾ ഇത് ഞാൻ റെഡി ആയിട്ടുണ്ട്, ജിതിനും റെഡിയായി. ജിതി ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഈ ബാഗൊക്കെ ആയി. കമ്മൽ മാല ഞാൻ ഓർത്ത് മാറ്റണ്ട, അത് തന്നെ മതി, എനിക്ക് വയ്യാൻ. അപ്പോൾ നമ്മൾ ഇനി അധികം ലേറ്റ് ആക്കാതെ പോവാം. അപ്പോൾ അതിനു മുന്നേ എല്ലാവർക്കും ഒന്നുകൂടെ വെൽക്കം ടു അൺഫിൽറ്റേർഡ് വിത്ത് നീരു. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് പൊതുവേ നമ്മളൊരു ഡിന്നർ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യാറ്, ഡിന്നർ ഡേറ്റ്. പക്ഷേ ഇത്തവണ ഒന്ന് മാറ്റി ചിന്തിക്കാമെന്ന് ഓർത്തിട്ട് നമ്മുടെ 2nd ഇയർ ആനിവേഴ്സറിയാണ്, വെഡിങ് ആനിവേഴ്സറി. ഓക്കെ, എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ജാനിലാണ്. നമ്മൾ പൊതുവേ ജാനിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശരി, ഇത്തവണ നമ്മൾ ട്രിപ്പൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. പക്ഷെ അപ്പോൾ ഓർത്തു ഈ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് കുറച്ച് മാറ്റി പിടിക്കാം, ഡിന്നർ മാറ്റിയിട്ടൊരു ബ്രഞ്ച് ആക്കാമെന്ന്. അപ്പോൾ ഞാനും എസ്തെറ്റിക്സും കുറച്ച് അടുത്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് ഇവിടെ ന്യൂസിലാൻഡിൽ ക്ലീവ്ഡൻ പാപ്പക്കൂര എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്തുള്ള ഒരു ഫാം ഹൗസ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്, ഒരു കഫേയാണ്. അപ്പോൾ അവിടെ രാവിലെ 9 മണി ടു ഉച്ചയ്ക്ക് 2 മണി വരെ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം, ആനിവേഴ്സറി ആയിട്ടുള്ള പ്ലാൻസ് എല്ലാം കാണിക്കാം. ഓക്കെ, കുറച്ച് മഴക്കാറുണ്ട്, മഴ വരുമോ എന്നറിയില്ല, നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മാച്ചി ആയിട്ട് റെഡി ആയിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് പോവാം. എന്താ പറയാ, എന്തെങ്കിലും പറയാനുണ്ടോ ആനിവേഴ്സറി ആയിട്ട്? ഒരു വിഷ്, ഹാപ്പി ആനിവേഴ്സറി ചോദിച്ചു അങ്ങനെ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ ആനിവേഴ്സറി ബ്രഞ്ച് അടിച്ചു പൊളിച്ചിട്ട് വരാം. പിന്നെ ഇതിന് തല കെട്ടായി പോകും, ബാക്കി കിക്കും. പിന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ഗിഫ്റ്റ്, അയ്യോ ഞാൻ സ്പ്രേ അടിച്ചില്ല പുതിയത്. ഓക്കെ, ഞാൻ ഒന്ന് പോയി സ്പ്രേ അടിച്ചിട്ട് വരാം. പുതിയൊരു സ്പ്രേ ഒക്കെ തന്നതല്ലേ. കാരണം ഞാൻ പൊതുവെ മറക്കും, ഞാൻ അങ്ങനെ സ്പ്രേ അടിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷെ എന്നാലും ഇപ്പോഴാണ് ഞാൻ അതൊക്കെ തുടങ്ങിയത്. ഇതിനൊരു വലിയൊരു സ്പ്രേ അടിക്കുന്ന കൂട്ടത്തിലാണ്. 2-3 സ്പ്രേ ഒക്കെ ചിലപ്പോൾ അടിച്ചു വന്ന് വരും. അപ്പോൾ ഞാൻ ഒന്ന് ഒരു സ്പ്രേ അടിച്ചിട്ട് വരട്ടെ. ഓക്കെ, സ്പ്രേ അടിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഓർത്തു ഞാൻ ഗ്ലാസ് എടുത്തില്ല, കാരണം നല്ല വെയിലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കണ്ണടിച്ചു പോവും. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, മഴക്കാറുണ്ട്, മഴ പെയ്യുമോ? വെതർ നോക്കിയിട്ടില്ല, വെതർ നോക്കാം. അപ്പോൾ ഞങ്ങൾ
ആനിവേഴ്സറി ആഘോഷിച്ചിട്ട് വരെ. എന്തായാലും 2 കൊല്ലം തികച്ച് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ. നമ്മളിപ്പോൾ അതേ മഞ്ഞക്കിളികളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാർമേഘമുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് മഴയാ തോന്നുന്നു. മഴയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മഴയുടെ മുന്നേ പോയിട്ട് നമ്മുടെ ബ്രഞ്ചൊക്കെ കഴിച്ച് രക്ഷപ്പെടാൻ നോക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ ഡൂഡു? നമ്മളിപ്പോ നമ്മുടെ കഫേയിൽ എത്തിയിട്ടുണ്ട്. എന്റെ പൊന്നെ, ഇത് തിരക്കാണ് അവിടെ. ഇത് ഇവിടത്തേക്കുള്ള തിരക്കാണോ? ഒരു പറ്റിയൊക്കെ ഉണ്ട് ഇവിടെ. അതെന്താ? അതാണ് കഫേ. ഇവിടെ പാർക്കിംഗ് ആണ്. നമ്മളപ്പോൾ ഇവിടെ കഫേയിൽ എത്തിയിട്ടുണ്ട്. ബട്ട് ഇത്രയും കാറുകളുടെ ഇന്ന് നമ്മൾ ഒരു വർക്കിംഗ് ഡേ ആണ്. ഇന്നൊരു ട്യൂസ്ഡേ ആണ്. എന്നിട്ടാണ് ഇത്രയും തിരക്ക്. എക്കിട്ട് കൊടുക്കും. എന്താണോ പറ്റി നോക്ക് തിരക്ക്. ഇതൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആൾക്കാർ. ഇതാണ് നമ്മുടെ കഫേ. കുഞ്ഞു കഫേയാണ്. സ്ഥലം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ബുക്കൊന്നും ചെയ്തില്ല, കാരണം ട്യൂസ്ഡേ ആണല്ലോ എന്ന് ഓർത്തിട്ട് ബുക്കൊന്നും ചെയ്തില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോൾ തോന്നുന്നു ബുക്ക് ചെയ്യായിരുന്നു. നമ്മളപ്പോൾ അങ്ങനെ ഒരു മഞ്ഞക്കോട്ടയുടെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നു. ഇവിടെ ഇങ്ങനെ ഔട്ട്ഡോർ സ്പേസും ഉണ്ട്, ഇൻഡോർ സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ എവിടെ വേണേലും ഇരിക്കാം. ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. സോ നമ്മളിങ്ങനെ ഔട്ട്ഡോർ വന്നിരുന്നു. നല്ലൊരു ആംബിയൻസ് ഉണ്ട്. അകത്തും കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമുക്ക് മെനു തന്നിട്ടുണ്ട്. ഒരു 3-4 പേപ്പർ ഉണ്ട്. എങ്ങനെയുണ്ട് നോക്കാം മെനു. സോ ഇതാണ് നമ്മുടെ മെനു. പല ടൈപ്പ് മെനു ഉണ്ട്. ഡ്രിങ്ക്സ്. അപ്പം ഞാൻ ഓർഡർ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്തു. നീ എന്താ ഓർഡർ ചെയ്തത്? ഓ, കോൾ മൈലോ. ഞാനൊരു ഷേക്ക് ഓർഡർ ചെയ്തു. നല്ല ഭംഗിയിൽ അവരിത് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. പറയൂ. 2 years ഓഫ് മാരേജ് എന്താ തോന്നുന്നു? എന്താ ഉറക്കം കേക്കില്ല അല്ലെങ്കിൽ രക്ഷയില്ല, അടിപൊളിയാണ്. ഇത്ര ഉറക്കം പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആൾക്കാരാണ് പതിത്തിലൂടെ. എങ്ങനെയുണ്ട് 2 കൊല്ലം എൻ്റെ കൂടെ ജീവിച്ചിട്ട്? നല്ലതാ? അത്രേ ഉള്ളൂ? ക്വൈറ്റ് ചാലഞ്ചോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കൊല്ലം? ക്യാമറ സംസാരിക്കേണ്ട, നീ എന്നോട് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കണ പോലെ സംസാരിച്ചാൽ മതി. പറ. അല്ലടാ, നീ പറ. ജസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാതെ കല്യാണം കഴിച്ച ആൾക്കാരാണ് അല്ലേ? അപ്പൊ 2 years എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് 2 years കുറച്ച് അടിപൊളിയായിരുന്നു. എനിക്ക് പക്ഷെ 2 yearsനെക്കാളും എനിക്ക് നമ്മൾ കുറേ കാലമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന പോലെ തോന്നുന്നത്. ട്രൂ അല്ലേ?
കുറേ കാലമായിട്ട് അറിയുന്ന ആൾക്കാരെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് 2 years ആയുള്ളൂ എന്നാണ് തോന്നുന്നത്. 2 years ആയുള്ളൂ. എനിക്കൊരു 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. നമ്മുടെ അടുത്ത ഡിഷ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓർഡർ ചെയ്ത എന്താ പൊട്ടറ്റോ, പാൻ ഫ്രൈഡ് പൊട്ടറ്റോ വിത്ത് ചില്ലി ആൻഡ് ചീസ്. യെസ്, അതന്നെ, പാൻ ഫ്രൈഡ് പൊട്ടറ്റോ വിത്ത് ചില്ലി ആൻഡ് ചീസ്. ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാം, ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാടാ. ഇപ്പൊ ക്യാമറ നിന്റെ മുഖത്തല്ല, ഇനി നിനക്ക് സംസാരിക്കാം. ഇതിന് ക്യാമറ നോക്കി സംസാരിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ് അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാനും കഴിച്ചു നോക്കട്ടെ. ഇതെന്തായിരുന്നു, ചീസാണോ? പൊട്ടറ്റോ, ചീസ് ആൻഡ് സം സോസ്. കൊള്ളാം, വളരെ അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ അത്ര ബ്ലാന്നിരിക്കുമെങ്കിലും ഇറ്റ്സ് ഗുഡ്. ആഗ്രഹമുണ്ട്, വരുന്നില്ല. ഹൈലി റെക്കമെൻഡ് ദിസ് പ്ലേസ്. കാരണം ഞാൻ കഴിച്ച ഷേക്കും അടിപൊളിയായിരുന്നു. നമ്മൾ പിന്നെ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞതായിരുന്നു ഇതും അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഡിഷ്, സ്ക്രാമ്പിൾഡ് എഗ്സും പിന്നെ മീറ്റ് ബോൾസ് വിത്ത് ഷഡ്ഷുക്ക, പിന്നെ ജിതിനും. പിന്നെ നമ്മുടെ മെയിൻ ഡിഷ് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ കിളികൾ കണ്ടോ, ഇവർ വന്ന് ഇങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട്. കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. നമ്മുടെ ഡെസേർട്ട് വന്നിട്ടുണ്ട്. വാനില വിത്ത് എന്തായിരുന്നു, ന്യൂട്ടല്ല വാഫിൾ. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ കഴിച്ചു തീർക്കും എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? ഇത് കണ്ടിട്ട് ഇത് കഴിക്കാൻ തോന്നണം. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടും എല്ലാ ആൾക്കാരും ഒരു ഡിഷ് വെച്ചു, കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഇത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇവിടുത്തെ ബാക്കിയുള്ള സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്താ ഇത്, മഞ്ഞപ്പൂക്കം. ഓ, ഇതൊരു ആപ്പിൾ മരമാണ്. ഇത് കണ്ടോ, ആപ്പിൾ ഉണ്ടായി നിൽക്കണ ഇവിടെ. ആപ്പിൾ ഉണ്ടായി നിൽക്കണ അവിടെ. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ കാശില്ലാതെ. ഓ, ഇതമ്മ കുഞ്ഞു കുഞ്ഞു കുറെ ആപ്പിൾ. ഭക്ഷണം കഴിക്കാൻ കാശില്ലാതെ ആപ്പിൾ പറിച്ചു തിന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് കേക്കുണ്ട്, ധാരാളം ഡിഗ്രി എങ്ങനെയാ കംപ്ലീറ്റ് ചെയ്തെന്ന് പാവം. ഓ, അതെ, കുഞ്ഞു കുഞ്ഞു ആപ്പിള്. വലുത്. ഇത് ആപ്പിൾ ഉണ്ടാവുന്ന സീസണ്. ഓ, ഇതൊക്കെ നിറയെ ആപ്പിൾ മരങ്ങളാട്ടോ, നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഇതേ ഇവിടുന്ന് ഇറങ്ങി. അത്യാവശ്യം മഴ തുടങ്ങിയിട്ടുണ്ട്, മഴ ചാറുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് പോവാം, ഇനി അടുത്ത പരിപാടിയിലോട്ട് കടക്കാം. സോ നല്ല ഫുഡായിരുന്നു, നമുക്ക് ഫുള്ള് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ബാക്കി പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കാറെവിടെ? ആ, കാറവിടെ. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് കാണാം. ഇതൊരു ഫാമാണല്ലോ, അപ്പോൾ ഇഷ്ടംപോലെ ഇതേ പശുക്കളൊക്കെ ഉണ്ട് ഇവിടെ.
ആ മറ്റേ സൈഡിൽ കുറേ മറ്റേ ചെമ്മരിയാടും അൽപ്പാക്കിയും ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. നമ്മളിത് മഴ ഭയങ്കര ശക്തിയാണതിന് മുന്നേ ഓടി വണ്ടി കയറി. നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പോയ കഫേനകത്ത്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞ് ഫുള്ള് മഴയാണ്. അപ്പം ഇനി നമ്മളിതേ പോകുന്നു, തിരിച്ച് പോവാണ്. നമ്മളോർത്ത് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാമെന്ന്, ഒരു കുഞ്ഞ് ഷോപ്പിംഗ്. അത് കഴിഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് കറങ്ങി പിന്നെ വീട്ടിൽ പോകും. നമ്മളിപ്പോൾ ഇവിടെ ഒനിഹങ്ക പറഞ്ഞ സ്ഥലത്ത് ഒരു ഷോപ്പിംഗ് മോളിൽ വന്നിട്ടുണ്ട്. ഡ്രസ് സ്മാർട്ട് എന്നാണ് അതിന്റെ പേര്. ഡ്രസ് സ്മാർട്ട് അല്ല. ഓക്കെ. അപ്പൊ 100 രൂപ തന്നോ കേട്ടോ, $100 തന്നോ. അവിടെ ലിവൈസ് അവിടെ അപ്പുറത്താണ് ലിവൈസിന്റെ. ഞങ്ങളൊരു ബെറ്റ് വെച്ചിരുന്നു, കാരണം ഞാൻ പറഞ്ഞു വേറൊരു ലിഫ്റ്റിൽ കൂടെ പോവാന്ന്. അപ്പൊ ജിതിൻ പറഞ്ഞു ഈ ലിഫ്റ്റാ നല്ലത്, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് എത്തുന്നു. ഞാൻ പറഞ്ഞു അല്ല, അപ്പുറത്തെ ലിഫ്റ്റാണ് നല്ലത്. അപ്പം ഞങ്ങൾ ബെറ്റ് വെച്ചിരുന്നു. അപ്പം എനിക്കൊരു $100 കിട്ടി അങ്ങനെ. അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ ഒരുവിധം എല്ലാ ഡ്രസ് ഷോപ്സും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഡ്രസ് മാർട്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഞാൻ പിന്നെ അധികം ഷോപ്പിംഗ് വ്ളോഗൊന്നും എടുത്തില്ല, ബിക്കോസ് ഇതൊരു ഷോപ്പിംഗ് വീഡിയോ അല്ലല്ലോ. സോ അതുകൊണ്ട് അതൊന്നും ചെയ്യില്ല. ബട്ട് ഈ ഡ്രസ്സിന് കുറേയധികം ആൾക്കാർ അപ്രിഷ്യേറ്റ് ചെയ്തു. കുറേ ആൾക്കാർ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു വാക്ക് വേയിൽ നിൽക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പം അത് ഞാൻ ഇങ്ങനെ ഫോൺ നോക്കി സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്കെന്നെ ഒരു സമ്മല്. അപ്പോൾ പറഞ്ഞു വന്നത് കുറേ ആൾക്കാർ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട്, ഡ്രസ്സുണ്ട് കാണാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും ജിതിനും മാച്ചിങ് ആണല്ലോ, യെല്ലോ. അപ്പോൾ അത് സൂപ്പറായിട്ടുണ്ട് പറഞ്ഞു, നല്ല മാച്ചിങ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത് പറഞ്ഞു. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ കേട്ടോ, നന്നായി അപ്രിഷ്യേറ്റ് ചെയ്യും. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്യും. ഇല്ല ഇപ്പം നമുക്ക് നമ്മളെ നോക്കിയപ്പോൾ ചിരിക്കുക, വിഷ് ചെയ്യുക, അതൊക്കെ ഭയങ്കര ഒരു അടിപൊളി കാര്യം ഇവിടുത്തെ. അപ്പം അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒരു ഇതും കഴിഞ്ഞ് ഒരു ഷൂ നോക്കണം എനിക്ക്. അത്രയൊക്കെ തന്നെ. അങ്ങനെ ഒരു ഭർത്താവ്. ഞാൻ വിചാരിച്ചിരുന്നത് ഞാനാണ് എല്ലാറ്റിനും പ്രതികരിക്കുന്ന ഒരാൾ എന്നാണ്. ഇപ്പം നമ്മളൊരു ഷോപ്പിൽ കയറി ഷൂ നോക്കാൻ. നമുക്ക് ഷൂ ഉണ്ടോ ഇല്ലയോ പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അവിടുത്തെ സെയിൽസ് ഗേൾ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാറായി. അപ്പം അതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യമില്ല. 1 മണിക്കൂറും കൂടി ഉണ്ട് ക്ലോസ് ചെയ്യാറൊന്നും ആയിട്ടില്ല. അവർക്കൊരു താല്പര്യമില്ല. നമ്മൾ സൈസൊക്കെ പറയുന്നുണ്ട് അവർ, അവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ള പോലെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ റിവ്യൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പെട്ട്. അപ്പോൾ എൻ്റെ അറിവിൽ ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നുണ്ടായിരുന്ന ഒരാൾ. അപ്പം എന്തായാലും നമുക്കതിൽ കൂടുതൽ പ്രതികരിക്കുന്ന ഒരാളെ കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഫുൾ തെറ്റി. കാർ പാർക്കിംഗ് വേറെ എവിടേക്കും ഞങ്ങളിപ്പോൾ, കാരണം എനിക്ക് കറക്റ്റ് വഴി അറിയാത്തതുകൊണ്ട് നമ്മൾ വേറെ എവിടേക്കും എത്തി. ഇപ്പോൾ മഹാൻ ഫോൺ നോക്കി നടക്കുമായിരുന്നു, റിവ്യൂ ഇട്ടിട്ട്. നല്ല ഭംഗിയില്ലേ വയലറ്റ് പൂക്കളായിട്ട്. ഈ റോഡ് ഫുള്ള് ഇങ്ങനെ വയലറ്റ് പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതിൻ്റെ നേരെ അങ്ങോട്ടേക്കും പിന്നെ ഇങ്ങോട്ടേക്കും നല്ല രസമുള്ള നിലത്തൊക്കെ ഇങ്ങനെ കിടക്കും. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം തീർന്നു. ഇനി തിരിച്ച് വീട്ടിൽ പോവുക, റെസ്റ്റ് ചെയ്യുക.
കാരണം കുറച്ച് നടന്നു, കാലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണം. ജിതിൻ്റെ പോക്കറ്റ് കാലിയായി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് ആനിവേഴ്സറി സെലിബ്രേഷൻ വ്ളോഗ്, ഒരു ബ്രഞ്ച് ഡേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയൊരു അടിപൊളി പുതിയ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ചാച്ചാ, ബൈ ബൈ. അയ്യോ പൂവല്ലേ, ഈ ഒരു കാര്യം കൂടി കണ്ടിട്ട് പോവോ പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്നും ഈ വഴി കൂടെ പോകുമ്പോൾ ആലോചിക്കും ഈ സീനിക് സ്പോട്ടിൽ വരണം എന്ന്. പക്ഷേ അങ്ങ് പോവും, ഒറ്റ പോക്ക് പോവും. പക്ഷെ ഇത്തവണ നമ്മൾ സ്ലോ ആയിരുന്നു, കുറച്ച് ട്രാഫിക്കൊക്കെ ആയതുകൊണ്ട് സ്ലോ ആയിട്ടാണ് വരുന്നത്. അപ്പം എന്നാൽ ശരി, സീനിക് സ്പോട്ട് കണ്ടിട്ട് പോകാം. ഒന്നുമില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കാണിച്ച തരാം സ്പേസ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതേൻ്റെ അവിടെയാണ് എയർപോർട്ട്. അപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ വന്നിറങ്ങുന്നതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രസമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഓർത്തു. ഇതാണ് ആ സ്പോട്ട്. ഇവിടെ ഇങ്ങനെ കുറേ കാറൊക്കെ പാർക്ക് ചെയ്ത് നമുക്കിത് അവിടെ എയർപോർട്ടാണ്. ഇത് അവിടെ അങ്ങനെ അങ്ങോട്ട് എയർപോർട്ടാണ്. അപ്പോൾ വീനിങ്ങനെ അതാണ് റൺവേ. അവിടെ വന്നിട്ട് ഫ്ലൈറ്റ് ഇറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും. ഫ്ലൈറ്റ് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് നല്ല രസമാണ് കാണാൻ. ഒരു ചേട്ടൻ ഇരിക്കണുണ്ടോ, അവിടെ നമുക്ക് പോയി ഇരിക്കാനൊക്കെ പറ്റും. ഇതിവിടെ നല്ല ട്രീസൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അത്യാവശ്യം നല്ല ഒരു സ്പോട്ടാണിത്. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് സൺസെറ്റൊക്കെ. പിന്നെ ഇന്നിപ്പോൾ നല്ല മഴയായിരുന്നു. ഒരു ഉച്ചരിഞ്ഞിട്ട് കുറച്ച് നേരം നല്ല കാർമേഘും മഴയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഒന്ന് സ്കൈ ഒക്കെ കണ്ടോ ഭംഗിയായി വന്ന്. നല്ല രസം. എൻ്റെ ഈ ഡ്രസ്സും ഈ ഒരു സറൗണ്ടിങ്സും നന്നായിട്ട് ചേർന്ന് പോണില്ലേ. അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ ആനിവേഴ്സറി ഡേ ഔട്ട് ഇങ്ങനെ ഒരു നല്ലൊരു സീനിക് സ്പോട്ടിൽ അവസാനിപ്പിക്കാം എന്ന് ഓർത്തു. ഞാൻ കാണിച്ചു തരാം ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും, പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. വെയിൽ. ഷൊർണൂർക്ക് പോകണം ഫ്ലൈറ്റ്. ഇത് കവറൊക്കെ ഇട്ട് വെച്ചിങ്ങനെ. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവിടെ ഫ്ലൈറ്റ്. ഇവിടെ ഫ്ലൈറ്റ് കിടക്കണ കുറേ ഫ്ലൈറ്റ്സ്. അതൊക്കെ ഏതാ കുഞ്ഞു ഫ്ലൈറ്റ്സ്, ഭയങ്കര കുഞ്ഞു ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ചാർട്ടേഡ് പ്ലെയിൻസാ തോന്നുന്നു. കുഞ്ഞു കുഞ്ഞു ഫ്ലൈറ്റ്സ്. വലിയ ഫ്ലൈറ്റും ഉണ്ട്, കുഞ്ഞു ഫ്ലൈറ്റും ഉണ്ട്. ഇതൊക്കെ എനിക്കറിയാത്ത ഏതൊക്കെയോ കമ്പനീസിന്റെ ഫ്ലൈറ്റ് പോകുന്നു. ഇത് എയർ ന്യൂസിലാൻഡിന്റെ ഫ്ലൈറ്റ്. നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് എയർ ന്യൂസിലാൻഡ്. ഇവിടെ ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചതാണ്. പൊങ്ങി വരുന്ന ഇങ്ങനെ വന്ന് വന്ന് വന്ന്. ഇതൊരു കുഞ്ഞു ഫ്ലൈറ്റ് ആണല്ലോ. എൻ്റെ ഇത് തിരിഞ്ഞിങ്ങനെ പോകും. പക്ഷെ ഇത് തന്നെ എയർ ന്യൂസിലാൻഡിന്റെ ഫ്ലൈറ്റ് തന്നെയാ. അവിടെ തിരിഞ്ഞു പോണത്. തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ടോ? മേഘങ്ങൾക്കിടയിലോട്ട് കയറി. ഇത്രേ ഉള്ളൂ ഇവിടെ. എനിക്കറിയില്ല എന്തുകൊണ്ട് ഇതൊരു സീനിക് സ്പോട്ട് എന്ന് പറയുന്നത്. എനിക്കറിയില്ല. ഇത്രേ ഉള്ളൂ. എന്തായാലും ഇനി ഇതൊക്കെ കണ്ട് സമാധാനിച്ചവർക്കും എനിക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടി ബൈ ടാറ്റ.